ഹായ്, ഞാൻ Thesnim Azeez. ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ ഫ്രൈ ആണ്. ചില്ലി ചിക്കൻ്റെ പോലെയുള്ള ഒരു ഫ്രൈ, ഏകദേശം അതുപോലെ വരുന്ന ഒരു ഫ്രൈ ആണ്. എന്നാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്, ഈസിയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഫ്രൈ ആണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ സജഷൻസ് എല്ലാം കമൻറ്റ് ബോക്സിൽ ഇടണം. ഓക്കെ, നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. 1/2 കിലോ ചിക്കൻ, കുറച്ച് കുരുമുളക് പൊടി അല്ലെങ്കിൽ ക്രഷ്ഡ് കുരുമുളക് ആയാലും കുഴപ്പമില്ല, ഒരു 1 ടീസ്പൂൺ വരെ ചേർക്കാം. ഇത് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം. ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്യാം. കുരുമുളക് പൊടി 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. ഇത് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അതിൻ്റെ കൂടെ ഇത് ചേർത്താലും മതി, അപ്പോൾ നല്ലൊരു പ്രോട്ടീൻ കിട്ടും. ഞാൻ മുട്ട ചേർക്കുന്നില്ല. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കണമായിരുന്നു, ഞാൻ വിട്ടുപോയതാണ്. ഉപ്പും കുരുമുളകും ചേർത്തപ്പോൾ ചേർക്കണം. ഇനി ഇത് ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, അതിലിട്ട് ഫ്രൈ ചെയ്യും. ഇടയ്ക്ക് ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക, എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മറ്റേ സൈഡും കൂടി ആയതിനു ശേഷം നമുക്ക് എടുക്കാം. നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്, എടുക്കാം. നേരത്തെ ഫ്രൈ ചെയ്ത എണ്ണയിൽ നിന്ന് കുറച്ചെടുത്തു. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചെറുതാക്കി മുറിച്ച വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ഇഞ്ചി ചെറുതാക്കി മുറിച്ചത്. ഇഞ്ചി അധികം വേണ്ട, ഒരു കുത്തൽ വരും. 2-3 പച്ചമുളക് ചെറുതാക്കി മുറിച്ചത്. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർക്കാൻ മതി. ഒരു ചെറിയ ഉള്ളി ചെറുതാക്കി മുറിച്ചത്. ഇത് നന്നായിട്ട് ആവണം. ഇഞ്ചി വെളുത്തുള്ളി നല്ല ഒരു ഫ്ലേവർ വന്നതിന് ശേഷം മാത്രമേ സവാള ഇടാൻ പാടുള്ളൂ. ഇത് 2 ടേബിൾ സ്പൂൺ വെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ കലക്കി, ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, ഉപ്പ് നോക്കിയിട്ട് ചേർക്കാം. കുറച്ച് മതി, സോയാ സോസിലൊക്കെ ഉപ്പുള്ളതാണ്, അപ്പോൾ നോക്കിയിട്ട് ചേർക്കാം. ചെറിയ പിഞ്ച് പഞ്ചസാര, വളരെ കുറച്ച് മതിയേ. ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴേക്ക് ചിക്കൻ ഈ കുറച്ച് വെച്ചിട്ട് നന്നായിട്ടിത് കുറച്ചുകൂടെ ഗ്രേവി, ചില്ലി ചിക്കൻ പോലെ കുറച്ച് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളത്തിൽ കുറച്ചുകൂടെ കോൺഫ്ലവറും കുറച്ചുകൂടെ സോസ് കുറച്ചുകൂടെ കൂട്ടിയിട്ട് ചെയ്താൽ മതി. ഇത് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഒരു ചില്ലി ചിക്കൻ എന്ന് പറയാൻ പറ്റില്ല, ഏകദേശം അതേ ഇതിൽ വരുന്ന ഒരു ചിക്കൻ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ഉള്ളതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, എന്തായാലും ഇഷ്ടമാവും. ഇപ്പോൾ ചപ്പാത്തിക്കൊക്കെ ഇങ്ങനെ മതിയെങ്കിൽ ഇങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഗ്രേവി ആക്കിയാൽ മതി. ഓക്കെ, ഗ്രേവി ആക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തന്നു. കുറച്ചുകൂടെ വെള്ളം, കുറച്ചുകൂടെ കോൺഫ്ലവർ, കുറച്ചുകൂടെ സോസ്. നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതെൻ്റെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ആഡ്സ് ആണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. എല്ലാ ടൈപ്സ് ഓഫ് ക്ലാസ്സസും നടക്കുന്നുണ്ട്.